അതിരിക്കട്ടെ, എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. അടുത്തിടയ്ക്ക് നിലംതൊടാ തോട്ടം എന്ന് പറഞ്ഞു സിനിമ ഈ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടോ. ആളുകൾ തടിച്ചു കൂടുന്നുണ്ടല്ലേ ഇപ്പം? അങ്ങനെ ചോദിക്കുന്നായരെ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. കേരളത്തിൽ ഒരു കാലം കഴിയുമ്പോൾ അണിഗ്രോസ് ഉദ്ഘാടനം ചെയ്യാത്ത കടകൾ എന്ന് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അത് അത്യാവശ്യം ദ്രവ്യം കിട്ടാൻ നല്ല അതാന്ന് തോന്നുന്നല്ലേ? ഈശ്വരാ, ചേട്ടാ ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അത്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഇവന്റെ ആരോഗ്യം കാത്തുകൊള്ളണേ ഭഗവാനെ. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് എത്രയോ ആളുകളാണ് അവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. അവരോട് നേരിട്ട് സംസാരിക്കാനും അവരുടെ ഒരു സ്നേഹമൊക്കെ കാണാൻ പറ്റിയ എന്തൊരു താഴാഴ്മ. ഞാൻ സ്വകാര്യം ചോദിക്കട്ടെ, നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ട് പോന്നിട്ട് മൂന്നാം ദിവസം പൂട്ടിയ കടയുണ്ടോ? നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതായത് നമ്മൾ അന്ന് ഓപ്പൺ ചെയ്ത കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടോ? എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു. പിന്നെ വീണ്ടും അതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കടകളൊക്കെ അവിടെ നല്ല രീതിയിൽ പോകുന്നത് കാണാറുണ്ട്. ചിലപ്പോ ഓണർ മാറി കാണും, പറയാൻ പറ്റില്ല. കടയോടെ തൂക്കി വിറ്റ് കാണും ചിലപ്പോ. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അതിലൊന്നും ഒരു കാര്യമില്ല. നന്നായി ബിസിനസ് നന്നായിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ ആര് ഇന്നാഗ്രേറ്റ് ചെയ്താലും രക്ഷപ്പെട്ടു പോകും. ഞാനത് ചോദിക്കരുതായിരുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. അപ്പോ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുവോ? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടകൾ ഉദ്ഘാടനം ചെയ്ത ചലച്ചിത്ര നായിക. ഒത്തില്ല. എന്താണ് ഒത്തില്ല?